എല്ലാവരും ഒരു നിറഞ്ഞ കൈയ്യടി നൽകുക. അമരവിള പുഷ്പന്റെ ശിഷ്യൻ ഇതാ ചന്ദ്രൻ ഗംഭീരമായ പാട്ട് പാടിയിരിക്കുന്നു. ഇനി ചന്ദ്രന്റെ സമ്മാനം കൊടുക്കാനുള്ളവർ സ്റ്റേജിന്റെ സൈഡിലേക്ക് വരിക. വരാം 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 വരാം. അയ്യോ, ഞാൻ പിന്നെ വന്ന് ഫോട്ടോ എടുക്കാം. തിരക്കാരും ഉണ്ടാക്കരുത്, ദയവേത് തിരക്കുണ്ടാക്കരുത്. ഞാൻ വരാം, വന്ന് ഞാൻ പിന്നെ വന്ന് ഫോട്ടോ എടുത്തോളാം കേട്ടോ. നീയാണോ എന്റെ ശിഷ്യൻ? അണ്ണാ ഇത് കണ്ടാ? കണ്ടടാ. ഇത് കേട്ടാ? കേട്ടടാ. അണ്ണാ ഈ അംഗീകാരം, ഈ ആർപ്പ് വിളി എനിക്കുള്ളതല്ല, എന്റെ അണ്ണനുള്ളതാണ്. അണ്ണ എന്റെ ഗുരുവാണണ്ണ. അണ്ണാ ഇത്രയും നാൾ ഞാൻ പല ആൾക്കാരുടെ ഞാൻ പരിപാടിക്ക് പോയിട്ടുണ്ട്, പാട്ട് പരിപാടിക്ക്. ഒരുത്തിനും ഇന്നേ വരെ എന്നെ ഒരു വേദി തന്ന് എന്നെ പാടിപ്പിച്ചിട്ടില്ല. അണ്ണന്റെ പരിപാടിയിലാണ് അണ്ണൻ എനിക്കൊരു പാട്ട് പാടാൻ അവസരം തന്നത്. അണ്ണ കാല് പിടി. എടാ ഇതെല്ലാം നിനക്കുള്ളതാ. എന്നാ പിന്നെ അണ്ണന്റെ കാല് പിടി. പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞു. എടാ നീ അല്ലേ പാടിയത്, അപ്പൊ നിനക്കല്ലേ ഈ അംഗീകാരം കിട്ടിയത്? അണ്ണാ എന്റെ ഗുരുനാഥനായ അണ്ണൻ ഒറ്റ ഒരാൾ കാരണമാ ഞാൻ ഈ പാട്ട് പാടിയത്. അമരവിള പുഷ്പന എന്റെ ഗുരുനാഥൻ. ശരി, ഈ അംഗീകാരം അണ്ണനുള്ളതാണ്. അല്ല, നീ പാടിയതാണ് നിനക്കുള്ളതാണ്. ഡയലോഗ് മറന്നുപോയതാണോ അതോ പിണങ്ങി നിൽക്കുകയാണോ? പിണങ്ങി നിൽക്കുക. പിണങ്ങി? എടാ പിണങ്ങാതെടാ. ശരി, നീ പിണങ്ങാതിരിക്കാൻ ഞാൻ എന്താ വേണം? ഞാനിത് വാങ്ങിക്കണം. അത്ര വാങ്ങിക്കണം വാങ്ങിക്കണം. തന്നോളൂ. എന്റെ ഗുരുവേ. താങ്ക് യു. അത് കിട്ടിയോ? ഇവിടെ പോയ സാധനം എന്നാലും ഇരിക്കട്ടെ. ഇട്ടോ? ഇട്ടിട്ട് പോക്കറ്റ് പോക്കറ്റ് കൊള്ളുന്നില്ല. ഇട്ടിട്ട് അതെന്താ അങ്ങനെ? അണ്ണ അംഗീകാരം. എന്നാ ഈ അംഗീകാരം എല്ലാം വെച്ചിട്ട് ആ അംഗീകാരം ഇങ്ങോട്ടെ. അണ്ണന് 2 അംഗീകാരം തന്നില്ലണ്ട. ഞാൻ ഒരു അംഗീകാരം എടുത്തോളൂ. അംഗീകാരം അല്ലടാ, ഇത് അഹങ്കാരം എന്നാ പറയേണ്ടത്. അഹങ്കാരം? അണ്ണ ആവർത്തനം പറയരുത്. താണ്ട എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, അണ്ണന്റെ ഒപ്പം നിന്ന് രക്ഷപ്പെടണം. കമ്മിറ്റിക്കാർ 2 അപ്പം വന്നിട്ടുള്ളൂ. ആ അപ്പം നിന്ന് നിനക്ക് രക്ഷപ്പെടണം. അപ്പം തിന്നാനല്ല, നിങ്ങളുടെ ഒപ്പം നിന്ന് എനിക്ക് രക്ഷപ്പെടണമെന്ന്. എന്റെ സംഗീത ലോകത്തേക്ക് കയറ്റി വിടണം. സംഗീത ലോകത്തേക്ക് കയറ്റി വിടാൻ ഞാൻ അവിടുത്തെ സെക്യൂരിറ്റി. അങ്ങനെയാണോ ഞാൻ പറഞ്ഞത്? എടാ നിന്നെ ഞാൻ അങ്ങോട്ട് കയറ്റി വിട്ടില്ലേ? ഇപ്പൊ നീ ഇപ്പൊ പാടിയില്ലേ? നിന്നെ ഇപ്പൊ അംഗീകരിച്ച് ചെയ്യണം. നീ ഇനി ഇപ്പൊ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നീ ഇൻഡിപെൻഡന്റ് ആവണം. ഇനി ഞാൻ നോർത്ത് ഇന്ത്യ പോണം, ഭാഷ പഠിക്കണം. അത് മാത്രമല്ല അവിടുത്തെ ലേഡീസിന്റെ ഡ്രസ്സ് ഞാൻ എവിടെ നിന്ന് തയ്ക്കും? അതെന്തിനാ? ഇൻഡിപെൻഡന്റ് ആവണമെന്ന് പറഞ്ഞു. ഇൻഡിപെൻഡന്റ് ആവണമെന്നാണോ പറഞ്ഞത്? പിന്നെന്തോ ഇൻഡിപെൻഡന്റ് ആകണം എന്ന് വെച്ചാ നീ സ്വതന്ത്രമായിട്ട് നിന്ന് പാടണം. എനിക്ക് വയ്യ ഉടുതുണിയില്ലാതെ പാട്ടോടെ. അതാണോ പറഞ്ഞത്? പിന്നെന്തോ? എടാ നീ എന്റെ കൂടെ നിന്നല്ല, നീ ഇനി കേറി പോണം. നീ ഒറ്റയ്ക്ക് നിന്ന് പാടണം. കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല അണ്ണ. അയ്യോ അണ്ണനെ കളഞ്ഞിട്ട് ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക്? അണ്ണ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അണ്ണ എങ്ങനെയാണ് ഇതിനകത്തോട്ട് ഇറങ്ങിയത്? നിസ്സാരം. ഇത് എടുക്കുക, വലത് കാലം ആദ്യം കയറ്റുക, ഇടത് കാലം കയറ്റുക, പിടിച്ച് ബെൽറ്റ് ഇടണം, അല്ലെ ഊരിപ്പോകും. ഇതിന്റെ കാര്യമാണോ ചോദിച്ചത്? അണ്ണ ഇങ്ങനെ സംഗീതത്തിലോട്ട് ഇറങ്ങിയെന്ന്. സംഗീതത്തിലോട്ട് എന്നെ വഴിതിരിച്ചു വിട്ടത് ആരാന്ന്? വഴിതിരിച്ചു വിട്ടാരാണ്? അച്ഛൻ. നിങ്ങൾ അച്ഛൻ ട്രാഫിക് പോലീസ് ആയിരുന്നു ഈ കണ്ണി കണ്ടൊക്കെ വഴിതിരിച്ചു വിടാനായിട്ട്? എടാ അതാണോ ഞാൻ പറഞ്ഞത്? പിന്നെന്തോ? എന്റെ അച്ഛന് വലിയ സംഗീത പ്രേമിയായിരുന്നു. അച്ഛൻ 10-65 വയസ്സ് വരെ എനിക്ക് വേണ്ടി ജോലി ചെയ്തതാ. ആണോ? അവസാനം സുഖമില്ലാതെ ആശുപത്രിയിലായി. ഞാനിത് അറിഞ്ഞില്ല. 2-3 ദിവസം കഴിഞ്ഞാ ഞാൻ ചെന്നത്. ചെന്ന് ഞാൻ നോക്കുമ്പോ IC കിടക്കുക. ഞാൻ തുറന്നിങ്ങനെ നോക്കിയപ്പോ അച്ഛൻ ഇങ്ങനെ തലപൊക്കി നോക്കിയിട്ട് ദേഷ്യം വന്നിട്ട് പോടാ, നിന്റെ പാട്ടിന് പോടാ, പാട്ടിന് പോടാ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കത്തി. പാട്ടിന് പോടാ അങ്ങനെ വന്നത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ വഴി ഏതാന്ന്. അങ്ങനെ പിന്നെ ഞാൻ പാട്ടേ എന്ന് പറഞ്ഞ ഇറങ്ങി. അതിനിടയ്ക്ക് ആക്രി കച്ചവടത്തിന് പോയത് നിങ്ങൾ? പാട്ടേ എന്ന് പറഞ്ഞു. പാട്ടേ എന്ന് പറഞ്ഞ് ഇറങ്ങിന്ന് സംഗീതത്തിന് വേണ്ടി ഇറങ്ങി. ഇനിയിപ്പോ അടുത്ത പാട്ടാരാ പാടണ്ടേ? അടുത്ത പാട്ട് ഡാൻസ് കഴിഞ്ഞ പിന്നെ അണ്ണന്റെ പാട്ടാ. അയ്യോ, ഏതാണ് പാടുന്നത്? ഞാൻ എന്റെ മാസ്റ്റർ പീസ്. ഏത്? നഗുമോ. നഗുമോ? പൊന്നണ്ണ ഫ്രണ്ട് ഞാൻ കാണുന്നുണ്ടോ? ഞാൻ കാണും. എന്തിന്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണ്ണ ഈ പാട്ട് പാടുന്നത്. എത്ര കേട്ടാലും എനിക്ക് മതി വരൂല. എന്തോ എനിക്ക് അണ്ണ അത് പാടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അണ്ണ ഇതിന്റെ അർത്ഥം എന്തുവാണ്? സംഭവം സംസ്കൃതമല്ലേ? സംസ്കൃതോ? തെലുങ്ക് കന്നഡ. കന്നഡേ? നിനക്ക് ഏതാണ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഭാഷ? സംസ്കൃതത്തിൽ പിടിപിടിക്കാം. സംഭവം നിസ്സാര അർത്ഥം മാത്രമേ ഉള്ളൂ. ഒരു പാമ്പ് കടിക്കാൻ വരുമ്പം ഒരാളുടെ മാനസികാവസ്ഥ എന്താണോ അതാണ് ഈ പാട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ലണ്ടാ. എടാ ഇപ്പൊ നകുമോ ഓ മൂക്കനല്ലേ, ഓ മൂക്കനല്ലേ, ൂർക്കം പത്തിയും വിരിച്ചിരിക്കുക. അപ്പൊ മൂക്കനല്ലേ കൊത്തുവോ അതോ നക്കുമോ? അപ്പൊ ഈ പുള്ളിയുടെ സംശയം. അപ്പൊ ഈ നീനാ ചാലി, നീ ഈ സമയത്ത് നീ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ ഏതെങ്കിലും ചാടി രക്ഷപ്പെടും. ഇത് തന്നെ അവിടെ സംഭവിച്ചത്. അതാണല്ലേ അവനെ ഏതെങ്കിലും ചാലി കൂടെ രക്ഷപ്പെടുക. അപ്പൊ ഈ ചെൽസിയാ പെട്ടെന്ന് പോകും. പതുക്കെ പോകാൻ പറ്റുമോ? അയ്യോ, പെട്ടെന്ന് എടുത്ത് ചാടി രക്ഷപ്പെടുക എന്നുള്ളത്. അണ്ണ ഇത് പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ തന്നെയല്ലേ ഉള്ളൂ. എന്ത് ചെയ്യാൻ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണം. പിന്നെ ഞാൻ പ്രത്യേകം കാര്യം പറയാണ്,
സ്ത്രീകളുടെ താലപ്പൊലിയുടെ ഇടയ്ക്ക് കിടന്ന് ഏവനേലും വരിക ചെരുപ്പിനടിച്ചോണം. എന്താ അങ്ങനെ? പിന്നെ എനിക്ക് മാത്രം അടി കിട്ടിയാൽ മതിയോ? എല്ലാവരും അടിച്ചോണം. വേലി തന്നെ വിളവ് തിന്നുന്നല്ലേ? അത് പിന്നെ ചോദിക്കടാ. ആരെങ്കിലൊക്കെ സംസാരിക്കും അണ്ണാക്കി നോക്കിയിരിക്കും. ഇങ്ങനെ വന്നേ, ഇയാളെ ഞാൻ എവിടെയോ. എന്നെ കണ്ടിട്ട് എന്നിഷ്ടം നിന്നിഷ്ടത്തിലെ മോഹൻലാലിന്റെ കണക്കുണ്ടല്ലേ? എനിക്ക് നിന്റെ തന്നിഷ്ടം പോലെ തോന്നുന്നു. അതെ, അല്ല ഞാൻ സംസാരിക്കാം. ഹലോ, ഞാൻ എവിടെയാന്ന്? ഞാൻ മറ്റേ ഗാനമേളക്കാരുടെ ഇടയിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? നമ്മുടെ അമ്പലത്തിൽ വന്ന കലാകാരന്മാരാണ്. കലാകാരന്മാരെന്ന് പറഞ്ഞ ആരാണ്? ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഞാനങ്ങ് വന്നേക്കാം. കേട്ടോ? 10 പേർക്കുള്ള അപ്പേ കൊണ്ടുവരുന്നുള്ളൂ. ഇനി 10 പേർ കൂടെ കിട്ടാനുണ്ട്. 20 പേർക്കുള്ള ഫുഡല്ലേ പറഞ്ഞത്? പിന്നെ പ്രതിപുരുഷൻ 1 എന്നോട് ക്ഷമിക്കണം, പ്രതിപുരുഷൻ 2 ക്ഷമിക്കണം. ക്ഷമിച്ചിരിക്കുന്നു. ഞാൻ മാത്രമല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ളൂ. ഇവിടെ വേറൊരുത്തനാണ് ഇവിടെ നിർത്തിയത്. ഞാൻ അവനെ വിളിക്കട്ടെ. ഹലോ പ്രതിപുരുഷൻ പ്രതീക്ഷേ, എടാ ഗാനമേളക്കാർക്ക് അപ്പം കൊടുക്കാത്ത എന്താ? എടാ അവരുടെ മേടിച്ച് തിന്നാനുള്ള കാശില്ലാത്തതുകൊണ്ടായിരിക്കും അവർ ഈ കിടന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നീ കൊടുക്കാത്തതിന്റെ കാര്യം? അല്ല എനിക്കറിയാൻ പാടില്ലാത്ത യവന്മാരൊക്കെ വീട്ടിൽ നിന്ന് വയറ് വാടകയ്ക്കെടുത്ത് വന്നേക്കോണെന്ന്. എവിടെയെങ്കിലും ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കിടക്കാമോ? ഇങ്ങനെ അട്ടിപ്പറ കിടക്കാമോ? ഫുഡ് വേണ്ട. വേണ്ടേ? ഫുഡ് നമ്മള് എനിക്ക് പെട്ടെന്ന് എന്താ വയറ് വിത്തല്ലേ? അയ്യോ, ഫുഡ് കഴിച്ചോ? നമ്മള് കഴിച്ചു. ഫുഡിന്റെ കാര്യത്തിൽ ഞാനും എന്റെ അച്ഛനും ഇച്ചിപ്പോന്നുള്ള വർത്താനം ആരോടും പറഞ്ഞിട്ടില്ല. അത് കഴിച്ചോ? ഞങ്ങൾ കഴിച്ചു. പ്രതീക്ഷേ, നമുക്കേ അവർക്ക് ഫുഡ് വേണ്ട. വേറെന്താ വേണ്ട? ചൂടുവെള്ളം ആയാലും. ചൂടുവെള്ളം കിട്ടിയേക്കൊള്ളാം. ചൂടുവെള്ളം നല്ല. പ്രജീഷേ, എടാ അവർക്ക് ചൂടുവെള്ളം കൊടുക്കണ്ടേടാ. പാട്ടുകാരാണ്, ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവരണം എന്നൊരു ബോധവും വിവരവും ഇല്ലാത്തവന്മാരാണ്. നമ്മൾ വേണ്ടേ പ്രതീക്ഷ അതൊക്കെ നോക്കാൻ? അല്ലെങ്കിൽ തന്നെ ഒരു കർഷകൻ കിളക്കാൻ പോയ തൂമയും കൊണ്ട് പോകും. ഇവന്മാർക്ക് ഒരു ഫ്ലാസ്കിൽ ഇത്തിരി ചൂടുവെള്ളം കൊണ്ടുവന്ന. ചൂടുവെള്ളം വേണ്ട. എന്താണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുമ്പോ നിങ്ങളത് എന്തിനാണത് വേണ്ട എന്ന് പറയണത്? അയ്യോ, ഞങ്ങൾക്ക് തികഞ്ഞു. അല്ല പിന്നെ നമ്മൾ സ്റ്റേജിലിട്ട സാധനങ്ങൾ കിട്ടിയില്ലല്ലോ. കിട്ടിയില്ലേ? സോപ്പും തോർത്തും അവിടെ നിന്ന് കുളിച്ചിട്ട് പോരാൻ പാടില്ലായിരുന്നു. അങ്ങനല്ല, പിന്നെ നമുക്ക് ഇതിനകത്ത് മേക്കപ്പ് ഒക്കെ തുടങ്ങി. അയ്യോ, അതൊക്കെ പരിപാടി കഴിഞ്ഞു പോരെ. അല്ല ഞാൻ എഴുതിയ സാധനം ഉണ്ടായിരുന്നല്ലോ, പേപ്പർ ഉണ്ടായിരുന്നല്ലോ. അല്ല ഞാൻ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഞാൻ എഴുതിയിട്ടായിരുന്നു. എന്റെ കയ്യിലുണ്ട്. എന്റെ ഉണ്ട്. ഇതിനകത്ത് തേങ്ങ കിട്ടിയായിരുന്നല്ലോ. തേങ്ങ കിട്ടിയായിരുന്നല്ലോ. പിന്നെ നിങ്ങൾക്ക് മുഖത്ത് തേക്കാനുള്ള ബണ്ണ് അത് കിട്ടിയായിരുന്നു. പിന്നെ ഇത് മാത്രം കിട്ടിയില്ല. ഏതാ ഈ സാധനം? ഇത് പുള്ളിയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പോലും പുള്ളി തന്നില്ല. സംക്രാന്തിയുടെ ചിരി. സംക്രാന്തിയുടെ ചിരി? അത് 3 കമ്മിറ്റിക്കാർ ഇപ്പോഴും പുള്ളിയുടെ വീടിന് മുമ്പിൽ നിൽക്കുക. സാമ്പ്രാണി തിരി എന്ന് എഴുതി വെച്ചേക്കുന്നത്. എന്തോ ചെയ്യാനാന്ന് പറ. സംക്രാന്തിയുടെ ചിരിയോ? അത് ഫോട്ടോ അത് കിട്ടത്തില്ല, നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ നമുക്കിനി ഓളമുള്ള പാട്ട് വേണം. ഓളമുള്ള പാട്ട് പാടാം. ഓളമുള്ള പാട്ട് ഞാൻ നോക്കിയിട്ട് നഗുമോ കിടക്കുക. ഈ നക്കോ കടിക്കോ നിന്റെ ഇഷ്ടം, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ നോക്കിയിട്ട് ഇയാടെ നല്ല പാട്ടൊന്നും കിട്ടാൻ വഴിയില്ല. ഇദ്ദേഹം അവസാനം പാടിയ പടകാളി ചങ്കിച്ചങ്ങട അങ്ങ് ആ സാധനം, അതുപോലത്തെ സാധനം വേണം. കാര്യം നമ്മൾ യൂത്ത് വന്നതാണ്. അല്ല അതുകൊണ്ട് ഇനി അമരവിള റെസ്റ്റ് എടുക്കും, അദ്ദേഹം പാടിക്കോളും. അല്ല അവൻ പാടത്തില്ലല്ലോ. ഞാൻ കടിക്കട്ടെ. അവൻ പാടത്തില്ല. ആര് പറഞ്ഞു? ഞാൻ പറയാതെ പാടത്തില്ല. പാടുകൂടാ? പാടും. ഞാൻ പാടും. പുള്ളി പാടും. പിന്നെ എന്നാ പ്രശ്നം? ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. നീ ഗുരുത്വദോഷമില്ലേ കാണിച്ചത്? ഞാൻ പറയാം, നീ കയറി പാടുകൂടാ? ഞാൻ പാടും. പിന്നെ എനിക്കൊരു വേദി കിട്ടിയാ ഞാൻ പാടണ്ടേ? നീ ഇവിടെ അവിടെ കയറി അതിനകത്ത് കോക്കാൻ വെച്ച് കാണിച്ചിങ്ങനെ പാടുന്ന പാട്ടല്ല പാട്ട്. പിന്നെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിയും താളവും ഉണ്ടാവണം. അതിന് സ്വരസ്ഥാനം ക്ലിയർ ആയിരിക്കണം. 2 വരി പാടറാ. ഞാൻ പാടറോ? നീ കരി സരി സനി സനി ഭാനി സാരി പകാരി സരി സനി സനി സത്തി സനി പകാരി ഗവനി ശ്രീ ഗവനി ശ്രീ നിശ്രീ വിനായകം നമഃ. നിരിസ നിരിസ നിരിസത്തരി നിരിസത്തരി സത്തരി നിരിസത്തരി സരി 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 ഗ സരി ഗ പകാരി സരി സനി സനി സരി സരി സനി സനി ഭാനി സാരി ഗട്ടി സനി പട്ടി സനി പ ഗവനി ശ്രീ പനിശ്രീ നിശ്രീ വിനായകം നമഃ. ഗമ പദാദ ധനി സരി ഗാഗ ഗമ പമ ഗരി സരി സരി നി സ ധനി പദ മപ ഗമ പദ നി സ. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തും. കറക്റ്റായിട്ട് പറഞ്ഞോണ്ട്. അയ്യോ അയ്യോ അയ്യോ, എടാ ഓമനക്കുട്ട, എടാ ദേഷ്യം വന്നപ്പോ എടാ മോനെ, എന്റെ ദൈവമേ, എടാ ഓമനക്കുട്ട. ചെയ്യാനാന്ന് പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ആലോചിച്ച് കണ്ടുന്ന കാര്യങ്ങളാണോ?
മിസ്റ്റർ ആഭ്യന്തരവളെ നിങ്ങളുടെ ഗാനമേള നടക്കത്തില്ല. അതിനു മുമ്പ് ആന അടങ്ങി ഭയങ്കര പ്രശ്നമായി. അല്ല നിങ്ങളുടെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. പാടാനുള്ള പുസ്തകം എടുക്കാൻ പോയി. എന്ത് ഉത്തരവാദിത്തം ഇല്ലാത്തവനാണ്. ഇൻ കേസ് ഗാനമേള ഉണ്ടെങ്കിൽ അവൻ ഇവിടെ വേണ്ടേ? അല്ല ഇതെന്നീ കിടക്കണേ തമ്പുരുവാ. ആണ്ട നിങ്ങളുടെ തമ്പുരി ഇരുന്ന് കൂർക്കം വലിക്കണം. കൂർക്കം വലിക്കണം ചത്തില്ലേ? അത് ശ്രുതി മുറുക്കുമെന്ന് തോന്നുന്നു. മോനെ തന്നെ പോലൊരു കലാദ്രവ്യത്തിന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ട് താനൊരു കലാകാരനാണോ? എന്നെ തലക്കടിച്ച് ബോധക്കെടുത്ത് ഇട്ടിരിക്കുവായിരുന്നു പ്രസിഡന്റ്. അതിപ്പോ എന്തെങ്കിലും ആവട്ടെ, ഇപ്പൊ പ്രധാന പ്രശ്നമൊന്നുമല്ല. ഗാനമേള നടക്കത്തില്ലേ? ആന അടഞ്ഞു. ഈശ്വര. അതെ. അപ്പം എന്റെ പാട്ടിനില്ലേ? പാട്ടിനില്ലേ? എത്രയും പെട്ടെന്ന് നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് നിങ്ങൾ പോകാൻ നോക്കി. അല്ലെങ്കിലും അങ്ങനെ ഞാൻ ആനനെ പോയി ഗുരുത്വ ദോഷം നിനക്ക് ഇനിയുള്ള എന്നില്ലേ? ആരോ വിളിക്കുന്നു. ഹലോ, ആ ഗൾഫിൽ നിന്നാണോ? ഗാനമേള 27 ഒഴിവുണ്ട്, 28 ഒഴിവുണ്ട്, 29 ഒഴിവുണ്ട്. എവിടേക്കാ? ബഹ്റിൻ, ദുബായ്, അബുദാബിയില്. ഓ ഞാൻ റെഡി. ഓക്കെ, അമരവിള പുഷ്പന്റെ ഗാനമേള. ഓക്കെ ശരി. അണ്ണാ തെറ്റെന്റെ ഭാഗത്താണ്. കാരണം ഇത്രയധികം കഴിവുള്ള നിങ്ങൾ ഒരു വേദി തരുമ്പോൾ അതിന്റെ പകുതിയുടെ പകുതി കഴിവുള്ള ഞാൻ ഒരിക്കലും ആ പാട്ട് കയറി പാടരുതായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഈ വരുന്ന ഗൾഫ് പ്രോഗ്രാമിന് ഞാൻ കൂടെ വരുന്നേ ഉള്ളൂ. അണ്ണം തന്നെ പാടിക്കോ. എടാ താടി കത്തുമ്പോ ബീഡി കത്തിക്കാം. എന്നിട്ട് ആ കത്തിച്ച ബീഡി കൊണ്ടൊന്ന് പെരയും കൂടെ കത്തിക്കരുത്. കത്തിച്ചിട്ട് പിന്നെ വാഴയും കൂടെ വെട്ടരുത്. വെട്ടിയാ വെട്ടിയാ